4 പ്രകൃതത്തിൽ ജനിക്കുന്നതായ മനുഷ്യർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് 4 ഗ്രൂപ്പുകളെ പറ്റി പഠിക്കണം. ഒന്നാമത്തെ ഗ്രൂപ്പ്, ഇത് ഒന്നാമത്തേതോ രണ്ടാമത്തേതോ മൂന്നാമത്തേതോ ഒന്നുമില്ല, അവസാനത്തേത് ഇങ്ങോട്ടും പറയാം, ഇപ്പുറത്തേത് അങ്ങോട്ടും പറയാം. അതുകൊണ്ട് ഒന്നാമത്തേത് ഏത്, ഏറ്റവും നല്ലതേത് എന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം എന്തെന്നറിയാമോ, നമുക്കിതിൽ ജനിക്കാൻ ചോയ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാരൻസിന് ദൈവമേ ഇവ ഇന്ന ടെമ്പർമെൻറ്റ് ജനിക്കണമേ എന്ന് പറയാൻ നമുക്ക് ചോയ്സ് ഒന്നും ഇല്ല. ഓക്കെ, നമ്മളപ്പോൾ ഒന്നാമത് പഠിക്കുന്നത് സാംഗ്വയിൻ എന്ന് പറയുന്നതായ ഒരു പ്രകൃതക്കാരെക്കുറിച്ചാണ്. സാംഗ്വയിൻ പ്രകൃതക്കാർ. സാംഗ്വയിൻ പ്രകൃതക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് രക്തമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, രക്തം ഡോമിനേറ്റ് ചെയ്യുന്നവരുണ്ട്, മഞ്ഞപ്പിത്തം ഡോമിനേറ്റ് ചെയ്യുന്നവരുണ്ട്, കറുത്ത പിത്തം ഡോമിനേറ്റ് ചെയ്യുന്നവരുണ്ട്, ഫ്ലം കഫം ഡോമിനേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ രക്തം, പ്യുവർ രക്തം ഡോമിനേറ്റ് ചെയ്യുന്നവരുടെ പ്രകൃതമാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ രക്തം ആധിപത്യം നടത്തുന്ന അവർക്ക് ആ ശരീരത്തിൽ രക്തം ഡോമിനേറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് വേറൊന്നും ഇല്ലെന്നല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അത് ഡോമിനേറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് സാംഗ്വയിൻ, രക്തം ഡോമിനേറ്റ് ചെയ്യുന്നവരുടെ വൈകാരികപരമായ പ്രകൃതങ്ങൾ നമുക്ക് പഠിക്കാം. ഇവരുടെ പ്രത്യേകത എന്തെന്നറിയോ, ഇവർ നല്ല ഉണർവും പ്രസരിപ്പും ഉള്ളവരാണ്. നല്ല ആക്റ്റീവായിരിക്കും അവർ ഉറക്കം തൂങ്ങിയൊന്നും ഇരിക്കില്ല. നമ്മൾ ചില കൊച്ചുങ്ങളെ കാണുമ്പം പറയും എന്തിനാണ് ഉറക്കം തൂങ്ങിയിരിക്കുന്നത്, അവനൊരു ജീവനില്ലാത്ത പോലെ ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അതേപക്ഷം ചില പിള്ളേരൊക്കെ ഹൈപ്പർ ആക്റ്റീവായിട്ട് ചാടുക, വീഴുക, ബഹളം ഉണ്ടാക്കുക, സംസാരിക്കുക, എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കും. ഇവർ ഉണർവും പ്രസരിപ്പും ഉള്ളവരാണ്. രണ്ടാമത്, ഇവർ ആയിരിക്കുന്ന സ്ഥലത്തൊരു ഓളം ഉണ്ടായിരിക്കും. ഇവർ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്താലും, ബസ്സിലിരുന്ന് യാത്ര ചെയ്താലും, പ്ലെയിനിലിരുന്ന് യാത്ര ചെയ്താലും, കപ്പലിലിരുന്ന് യാത്ര ചെയ്താലും ഇവർ ചുറ്റുപാടുമൊക്കെ ഇവരവിടെ ഉണ്ടെന്ന് അറിയിക്കും. അത്രമാത്രം സംസാരിക്കും. മൂന്നാമത്, ഇവർ സംസാരപ്രിയരാണ്. വാക്കുകൾക്ക് ഒരു പഞ്ഞവുമില്ല. ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ചിലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് വാക്കുകൾ അറിയാൻ കിട്ടുന്ന സമയത്തിന് കിട്ടൂല, പപ്പ എന്നൊക്കെ ചിലപ്പോൾ അഴിച്ചു പോകും. പക്ഷേ ഈ സാംഗ്വയിൻ എന്ന് പറയുന്ന രക്തം ഡോമിനേറ്റ് ചെയ്യുന്നവർക്ക് സംസാരിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഈ സാംഗ്വയിൻ പ്രകൃതത്തിൽ ജനിച്ചതായ ഒരു സ്ത്രീ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അവർക്കൊരു 10 പേരോടെങ്കിലും സംസാരിക്കാതെ ഒരു ദിവസം ഉറങ്ങാൻ പറ്റില്ല. സാംഗ്വയിൻ പ്രകൃതത്തിൽ ജനിച്ചതായ ഒരു പുരുഷനുണ്ടെങ്കിലും ആ നാട്ടിൽ ഒരു 10 പേരോടെങ്കിലും സംസാരിക്കാതെ അവന് ഉറക്കം വരാൻ പറ്റില്ല. ഞങ്ങളുടെ മോൻ ഒരു ദിവസം എന്ത് ചെയ്യുന്നറിയോ, അവന് ട്രിവാൻഡ്രത്തിൽ നിന്ന് എറണാകുളം വരെ വിടുകയാണെങ്കിൽ ആ യാത്രയിൽ ഒരു 10-25 കൂട്ടുകാരെങ്കിലും അവനുണ്ടാകും. കാരണം എന്തെന്നറിയാമോ, അടുത്തിരിക്കുന്നവരും അടുത്ത ബോഗിയിലിരിക്കുന്ന, അടുത്ത ക്യാബിനിലിരിക്കുന്ന, കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവർക്കുമായിട്ടൊക്കെ ഇവർ എന്ന് സംസാരിക്കും. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ ഇവർക്ക് വലിയ ഇഷ്ടമാണ്, സംസാരപ്രിയരാണ്. ഈ സാംഗ്വയിൻകാരെ ടോക്കേഴ്സ് അല്ലെങ്കിൽ സംസാരപ്രിയരെന്ന് നമുക്ക് വിളിക്കാം. ഇനി ഇവരുടെ വേറൊരു പ്രത്യേകത, നിരാശയിലവർക്ക് സങ്കടപ്പെട്ടിരിക്കുന്ന സ്വഭാവമേ ഇല്ല. നമ്മുടെ വീട്ടിലൊക്കെ ചില കുട്ടികൾ പരീക്ഷയ്ക്ക് തോറ്റാലോ, വേറെ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ തോറ്റുപോയാലോ അവർ വിചാരിക്കും അയ്യോ ഇനി എൻ്റെ എല്ലാം തീർന്നെന്നും പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കും. പക്ഷേ ഈ സാംഗ്വയിൻ പ്രകൃതമുള്ളതായ ആ മനുഷ്യനാണെങ്കിൽ, സ്ത്രീയാണെങ്കിൽ അവർ ഒരിക്കലും നിരാശപ്പെട്ട് ഇരിക്കുകയില്ല. തോറ്റ പോട്ടെ, അവരുടെ ഇന്നാർക്ക് ഇന്ന കുഴപ്പം വന്ന പോട്ടെ, അതൊക്കെ അവർക്ക് വലിയ നിസ്സാരമായിട്ട് എടുത്തിട്ട് അവരതിൽ സങ്കടപ്പെട്ടിരിക്കുകയില്ല. വേറൊരു പ്രത്യേകത, അഞ്ചാമത്തെ പ്രത്യേകത, ഭാവിയെക്കുറിച്ച് ഇവർക്ക് ഒരു വേവലാതിയില്ല. അതുപോലെ തന്നെ ഭൂതകാലത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതിനെക്കുറിച്ച് അവർക്ക് ഒരു കുഴപ്പമില്ല. ചിലരൊക്കെ ഞാൻ അത് ചെയ്തു പോയേ, ചിലരൊക്കെ ഇനി ഭാവിയിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്,
ഇങ്ങനെയുള്ളതായി ചിന്തിച്ച് സമയം കളയും. പക്ഷേ ഈ സാങ്ക്വയിൻകാർ ഭാവിയെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും അവർക്ക് വേവലാതിയില്ല. അവർ ചിന്തിച്ച് അതിനു വേണ്ടി സമയം കളയുന്നുമില്ല. ആറാമത്തെ പോയിന്റ്, അവർ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവരാണ്. ഉള്ള വർത്തമാനകാലം, നൗ. ആ സമയം സംസാരിക്കാനും കൂട്ടുകൂടാനും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും അവർ ചെലവഴിക്കും. ഏഴാമത്തെ പോയിന്റ്, ഇവർ ഭയങ്കര കഥ പറച്ചിലുകാരാണ്. ഇവർ കഥ പറച്ചിലുകാരുമാണ്, കഥ ഉണ്ടാക്കുന്നവരുമാണ്. ഇവർക്ക് കഥ ഉണ്ടാക്കാനും കഥ പറയാനൊന്നും ഒരു മടിയുമില്ല. ചിലപ്പോൾ കള്ളക്കഥകളും ഉണ്ടാക്കും. ഏത് നിരാശയും ഇവർ സന്തോഷമാക്കി മാറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവർ ആരെങ്കിലും ഇവരോട് വന്ന് സംസാരിച്ചാൽ ഇവർക്ക് കണ്ണുനീർ വേഗം വരും. ഇവർ മറ്റുള്ളവരടുത്ത് സഹതാപം ഇവർ കാണിക്കുന്നവരാണ്. അതുപോലെ തന്നെ 10ാമത്തെ പോയിന്റ്, ഇവരാരെങ്കിലും ഒന്ന് പൊക്കി പറയുകയാണെങ്കിൽ അവർ ഏതിലും എടുത്തിയാളും. ഇപ്പോൾ എടാ മോനെ, നിന്നെക്കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞാൽ ഏത് മരത്തിൽ വേണമെങ്കിലും വലിഞ്ഞു കയറുകയും ചെയ്യും, ഏത് കുളത്തിൽ വേണമെങ്കിലും ചാടുകയും ചെയ്യും. എന്ന് വെച്ചാൽ അവരെ ഒന്ന് പൊക്കി വിടാമെങ്കിൽ അവർ ഏത് പ്രവർത്തനത്തിലും ഇടപെടും. അപ്പോൾ ഇതെല്ലാം ഇവരുടെ വൈകാരികപരമായ ഡീലിങ്സ് ആണ്. ഇനി നമുക്ക് ഇവരുടെ മറ്റുള്ളവരുമായുള്ള ഇവരുടെ ബന്ധം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പഠിക്കുന്ന ആരെക്കുറിച്ചാണ്? സാങ്ക്വയിൻ പ്രകൃതം. സാങ്ക്വയിൻ പ്രകൃതക്കാരെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇവർക്ക് മറ്റുള്ളവരുമായുള്ള ഇവരുടെ ബന്ധം എന്ന് നോക്കാം. ഇവർ ആരുമായിട്ടും എളുപ്പം കൂട്ടുകൂടും. ഇവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 10 പേരെടുത്ത് സംസാരിക്കാതെ ഇവർക്ക് ഇരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവർക്ക് കൂട്ടുകാരില്ലാതെ ഇരിക്കാൻ പറ്റില്ല. ഇവരുടെ കൂടെ എപ്പോഴും ഒരു 5-6 കൂട്ടുകാർ വേണം. അങ്ങോട്ട് കയറി ചെന്ന് ഇടപെടും. ഇടിച്ച് കയറി ചെന്ന് ഇടപെട്ട് അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. 2ാമത്തെ പോയിന്റ്, എതിർക്കുന്ന സ്വഭാവം ഇവർക്ക് കുറവാണ്. ഈ സാങ്ക്വയിൻ പ്രകൃതത്തിൽ ജനിക്കുന്ന സ്ത്രീയായാലും പുരുഷനായാലും ഇവർ മറ്റുള്ളവരെടുത്ത് എതിർക്കാനൊന്നും പോകില്ല. എതിർക്കാൻ പോവുക മാത്രമല്ല, മറ്റാരെയും ഇവർ വെറുപ്പിക്കുകയുമില്ല. ഇവരെപ്പോഴും അവരുമായിട്ട് സംസാരിക്കണം, ഇടപെട്ടുകൊണ്ടിരിക്കണം, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം, നമ്മൾ നല്ല റിലേഷനിൽ പോകണം എന്ന് ആഗ്രഹമുള്ളവരാണ്. 3ാമത്തെ പോയിന്റ്, ഇവരെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കില്ല. നിങ്ങൾ ഒരു സാങ്ക്വയിൻകാരൻ മകൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവനെ നിങ്ങൾ ഒരു പാഠം പഠിപ്പിക്കാൻ കൊടുത്തിട്ട് അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു പട്ടി കുരച്ചാൽ അവൻ ബുക്ക് മടക്കി വെച്ചിട്ട് ആ പട്ടി കുരയ്ക്കുന്നത് കാണാൻ എണീറ്റ് പോകും. അല്ല, റോഡ് സൈഡിലാണെങ്കിൽ ഒരു കാറിൻ്റെ ബ്രേക്ക് ചവിട്ടിയ ശബ്ദം കേട്ടാൽ അവൻ ബുക്ക് മടക്കി വെച്ചിട്ട് ആ ബ്രേക്ക് ചവിട്ടിയത് എന്ത് എന്ന് തിരക്കാനായിട്ട് പോകും. എല്ലാം ശ്രദ്ധിച്ചവിടെ ഇരിക്കുകയൊന്നുമില്ല അവർ. അവരുടെ 4ാമത്തെ ഇവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, ഇവർ ശുഭാപ്തി വിശ്വാസക്കാരാണ്. ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതായിട്ട് നടക്കും എന്ന് വെച്ച് ഇവർ വിശ്വാസത്തോടു കൂടെ ചെയ്യും. ശുഭാപ്തി വിശ്വാസക്കാരാണ്. ചിരിച്ചുകൊണ്ടേ എല്ലാവരോടും ഇടപെടുകയുള്ളൂ. എല്ലാവരോടും അവർ ചിരിച്ചുകൊണ്ട് മാത്രമേ ഇടപെടാറുള്ളൂ. സന്തോഷം. ഇവർക്ക് മറ്റുള്ളവരെ വെറുപ്പിക്കുന്നത് ഇഷ്ടമല്ല. വാക്കുകൾക്ക് ഒരു പഞ്ഞവുമില്ല. സംസാരം ഇഷ്ടം പോലെ ഉണ്ട്. ബിക്കോസ് ദേ ആർ ടാക്കേഴ്സ്. അവർ സംസാരക്കാരാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി വാഞ്ചിക്കുന്നവരാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർ കാണുന്നു, അവരെന്നെ അഭിനന്ദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ, ഈ സാങ്ക്വയിൻകാർ. പിന്നെ എവിടെ ഡിസ്കഷൻ നടത്താനും എവിടെ ഡിബേറ്റ് നടന്നാലും അതിൽ ആധിപത്യം സ്ഥാപിക്കുന്നവരാണ്. ആധിപത്യം ഇവർക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. എന്നെക്കാട്ടിയും കൂടുതൽ വേറെ ആരും സംസാരിച്ച് അതിനെ ഡോമിനേറ്റ് ചെയ്യരുത് എന്ന് ശഠിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. വേറെ ഇവരുടെ ഒരു പ്രത്യേകത, തെറ്റ് ചോദ്യം ചെയ്താൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ ഇവർ ക്ഷമാപണം നടത്തും. ചിലരുണ്ട് ഒരിക്കലും ചെയ്യില്ല, അല്ലേ?
നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതിന് കാരണങ്ങൾ കണ്ടുപിടിക്കും, അതിന് വേറെ എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കും, അതിൻ്റെ ഞാൻ ചെയ്തതാണ് ശരിയെന്ന് അവർ ശടിക്കും. പക്ഷേ ഇവരങ്ങനെയല്ല. അവരെന്തെങ്കിലും കുഴപ്പം ചെയ്താൽ, അതിനെ ആരെങ്കിലും പോയിൻ്റ് ചെയ്താൽ അവർ ക്ഷമാപണം നടത്തും. എല്ലാവരോടും ഇവർ ദയ കാട്ടുന്നവരാണ്. ഈ ടാക്കേഴ്സ് ആണെങ്കിലും ഇവരെല്ലാവരോടും ദയ കാട്ടുന്നവരാണ്. ഇവരുടെ ആരെങ്കിലും ഒരു കൂട്ടുകാരൻ പറയുക, എടാ എനിക്ക് നിന്ന കാര്യം ചെയ്യാനുണ്ട്, എടി എനിക്ക് നിന്ന കാര്യം ചെയ്യാനുണ്ട്, എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ ആശുപത്രിയിലാണ്, നീ വന്നിരുന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഏതാ റെഡി എന്നും പറഞ്ഞ് അവർ ചാടി ഇറങ്ങി അതിനുവേണ്ടി പോകും. അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കുകയും ചെയ്യും. സന്തോഷത്തിൽ പങ്കുചേരും, സങ്കടത്തിൽ പങ്കുചേരും, ദയവ് കാട്ടും, അവരുടെ കൂടെ ഏതിനും ഇടപെടും. പിന്നെ ഇവർക്ക് ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ടെന്നറിയാമോ? ഇവർ വാഗ്ദത്തങ്ങൾ ചെയ്യും, പാലിക്കപ്പെടില്ല. നമുക്ക് അനുഭവങ്ങളുണ്ടല്ലേ, ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉള്ളതാണ്. വാഗ്ദത്വം കർത്തവ്യവും ഇവർ മറന്നു പോകും. അതുപോലെ അതിന് ഒഴികഴിവും കണ്ടുപിടിക്കും. ഇപ്പം നമ്മൾ ചില മന്ത്രിമാർ വരുമ്പോഴാണെങ്കിൽ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ 12 മണിക്കേ വരുള്ളൂ. വന്നിട്ട് പറയും, ഞാൻ ഇന്നടുത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇന്നടുത്ത് പോയി, അവിടെ പോയി, ഇവിടെ പോയി, അങ്ങനെയൊക്കെ എൻ്റെ സമയം പോയി എന്ന് പറയും. വേറെ ഒരു അപ്പോയിൻമെൻറ്റും ഇല്ലെങ്കിലും ഇവർക്ക് ഇങ്ങനത്തെ എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ ഈ പ്രകൃതക്കാർ വളരെ മിടുക്കരാണ്. പല പ്രോഗ്രാമും തുടങ്ങും, പക്ഷേ അത് അവസാനിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി ഇവരുടെ ജോലിയും മറ്റു പ്രവർത്തനങ്ങളും, സാംഗോയിൻകാരുടെ പ്രവർത്തന മേഖലകളിൽ എങ്ങനെയാണ് ഇവർ ഇടപെടുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം മുതൽ തന്നെ നല്ല അനുഭവം ഉണ്ടായിരിക്കും. ഇവർ ഒരു നല്ല അനുഭവം സ്ഥാപിച്ചെടുക്കും. വരുന്നവരുമായിട്ടൊക്കെ ചെന്ന് ഓഫീസിലുള്ള എല്ലാവരുമായിട്ട് കൈ കൊടുക്കും, അവർ സ്നേഹമായിട്ട് ഇടപെടും, കയ്യിലിരിക്കുന്നത് അവർക്ക് കൊടുക്കും, എല്ലാവരുമായിട്ട് ഒരു നല്ല ഓളമുണ്ടാക്കി പോകും. ഇവർ ഒരു റൂമിലുണ്ടെങ്കിൽ, പ്രവർത്തന മേഖലയിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സമയം പോണത് അറിയേയില്ല. കഥ പറയിലോ വേറെ വല്ലതും പറയലോ, ഇങ്ങനെയൊക്കെ അവരെ രസിപ്പിച്ചുകൊണ്ട് ഇരിക്കും. സഹതാപം അർഹിക്കുന്നവരോട് ഇവർ അനുകമ്പ കാണിക്കും. പുതിയ പദ്ധതികൾ തുടങ്ങും. അത് തീർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, വിജയിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. സാംഗോയിൻ്റെ പ്രത്യേകതയാണ്, സാംഗോയിൻകാരുടെ പ്രത്യേകതയാണ്. ഒരു പുതിയ തുടക്കങ്ങളും പുതിയ പദ്ധതികളൊക്കെ ചെന്ന് ആരംഭിക്കും, പക്ഷേ അത് വിജയിപ്പിച്ച് തീർക്കണമെന്നവർക്ക് ഒരു നിർബന്ധവും ഇല്ല. ഇവർ പുതിയ പദ്ധതികൾ തുടങ്ങും, തീർക്കാൻ നിർബന്ധമില്ല. ജീവിതത്തിലൊരു അടുക്കും ചിട്ടയും വളരെ കുറവാണ് അവർക്ക്. അത് നമ്മുടെ വീട്ടിലൊക്കെ ചില പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കാം. അവൻ സ്കൂളിൽ ബസ്സിൽ നിന്ന് വീട്ടിൻ്റെ ഉള്ളിലോട്ട് വന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഷൂസ് ഒരൊറ്റ അങ്ങോട്ട് എറിഞ്ഞിടും, സോക്സ് വലിച്ച് അങ്ങോട്ട് എറിഞ്ഞിടും, പിന്നെ ടൈയോ ഷർട്ട് വലിച്ച് വേറൊരിടത്തോട്ടിടും, പിന്നെ അതുപോലെ തന്നെ പുസ്തക കെട്ടുകൾ കൊണ്ട് പുസ്തകം അങ്ങ് ആ റൂമിൽ കൊണ്ടങ്ങ് കളയും. ആ ഒരു സാംഗോയിൻകാരൻ്റെ റൂം സ്വന്തം താമസിക്കുന്ന വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ റൂമിൽ പോയാൽ തിരിച്ചറിയാൻ പറ്റും. കാരണം എന്തെന്നറിയാമോ? അവിടെ അലങ്കോലമായിട്ട് കിടക്കും. ഒന്നും ഒരു ഓർഡർ സിസ്റ്റമാറ്റിക്കായിട്ട് ഇവർ ചെയ്യത്തില്ല. ഇവർ ഒരടുക്കും ചിട്ടയും ഉള്ളവർ അല്ല. പക്ഷേ എല്ലാവരെയും സ്നേഹത്തിൽ കൊണ്ടുപോവുകയും ചെയ്യും. ആശ്രയിക്കാനും വിശ്വസിക്കാനും അത്ര ഉള്ളില്ല കേട്ടോ. ആശ്രയിക്കാനും വിശ്വസിക്കാനും ഈ സാംഗോയിൻകാരെ അത്ര കൊള്ളില്ല. കാരണം എന്തെന്നറിയാമോ? അവർ മറന്നു പോകും. അവർ പറയും, ഓക്കെ ശരി, നീ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഇന്നത് ചെയ്യാൻ ഇന്നിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവരൊരു തീരുമാനം എടുക്കും. തീരുമാനം എടുക്കുമ്പോൾ കാണാം അവരുടെ വേറൊരു കൂട്ടുകാരെ ഇതിനെക്കാട്ടിലും വേറൊരു കാര്യം പറയുമ്പോൾ അതിലങ്ങ് ശ്രദ്ധിച്ചു പോകും. അല്ലാതെ വിശ്വസ്തരല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, ഇവർ വിശ്വസ്തരാണ്. ഇവർ സംസാരപ്രിയരാണെങ്കിലും സാംഗോയിൻ സ്ത്രീ ആയാലും അവർ നാട്ടുകാരോട് മുഴുവൻ സംസാരിച്ച് നടന്നാലും അവർ വിശ്വസ്തരല്ലെന്നല്ല ഞാൻ പറയുന്നത്, അവർ വിശ്വസ്തർ തന്നെയാണ്. പക്ഷേ അതവരുടെ പ്രകൃതമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇവരെ വിശ്വസിച്ചിരിക്കാൻ അത്ര പ്രയാസമാണ്. കാരണം ഇവർ വേറെ പല കാര്യങ്ങളും അപ്പോയിൻമെൻറ്റും പിടിച്ചെടുത്തിട്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്യില്ല. അതിവരുടെ പ്രകൃതമാണ്. ഇനി നമുക്ക്
ഇവരുടെ ഏറ്റവും വലിയ ഈ സാങ്ക്വയിൻകാരുടെ ആവശ്യം. ഇവർ ആശ്രയിക്കത്തക്കവർ ആകണം. ഇവരുടെ വീട്ടിലുള്ളവരും ഇവരുടെ കൂട്ടുകാരും എല്ലാവരും ഉപദേശിച്ച് നീ കുറച്ചുകൂടെ ഓർഡറിൽ പോകണമെന്ന് പഠിപ്പിക്കണം. സ്വയം അച്ചടക്കമുള്ളവർ ആകണം എന്ന് അവരെ നിർബന്ധിക്കണം. കൂട്ടുകാരും ടീച്ചർമാരും വീട്ടുകാരും എല്ലാം കൂടെ അതിന് അവരെ നിർബന്ധിക്കണം. അതുമാത്രം പോരാ, സംസാരത്തിൽ സംയമനം പാലിക്കാനും പറയണം. ചിലരെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് അവരെ സംയമനം പാലിക്കാൻ പഠിപ്പിക്കണം. ഇനി അത് മാത്രമല്ല, ഇവർ സംസാരത്തിൽ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ഇവർ ശ്രദ്ധിക്കില്ല. അപ്പോൾ മറ്റുള്ളവരും കൂടെ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ അവർ പഠിക്കണം, തയ്യാറാകണം. കൃത്യനിഷ്ഠ പാലിക്കാൻ ഇവർ ശ്രമിക്കണം. ഇതൊക്കെയാണ് സാങ്ക്വയിൻ പ്രകൃതത്തിൽ ജനിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകതകൾ. ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ എന്ത് പൊസിഷനാണ് അവർക്ക് കൊള്ളാവുന്നത്? സാങ്ക്വയിൻ പ്രകൃതത്തിൽ ജനിക്കുന്നവർ എന്ത് പ്രത്യേകത, ഇവർക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാം ചിന്തിച്ചിട്ടുണ്ടോ? ഇവർക്ക് മന്ത്രിമാരാകും അല്ലേ? സംസാരത്തിനും ചോദ്യോത്തരത്തിനും ഒരു പഞ്ഞവുമില്ല. അതിന് മറുപടി ഉടൻ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വന്നുകൊണ്ടിരിക്കും. മന്ത്രിയാകാം, സാമൂഹ്യ പ്രവർത്തകർ അത്ര വിശ്വസിക്കാൻ കൊള്ളില്ലെങ്കിലും പക്ഷെ അതിൽ താല്പര്യമുള്ളവരാണ്, അനുകമ്പയുള്ളവരാണ്. ഇവർക്ക് കാഥികന്മാരാകാം, കഥാപ്രസംഗം ചെയ്യാം, കവലപ്രസംഗങ്ങൾ നടത്താം, സ്റ്റേജ് ആങ്കർ പ്രോഗ്രാം ഏറ്റെടുക്കാം, ഡിബേറ്റ്, ഡിസ്കഷൻ, ഇതിലൊക്കെ അവർക്ക് പങ്കെടുത്തിട്ട് ഉന്നത പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് സാങ്ക്വയിൻ എന്ന് പറയുന്നതായ ആ പ്രകൃതക്കാരുടെ പ്രത്യേകത. ഇത് നമ്മുടെ വീട്ടിൽ മോനുണ്ടെങ്കിൽ, നിങ്ങളുടെ അപ്പൻ ഇതാണെങ്കിൽ, നിങ്ങളുടെ അമ്മ ഇതാണെങ്കിൽ, നിങ്ങളുടെ സഹോദരി ഇതാണെങ്കിൽ, നിങ്ങളുടെ ടീച്ചർ ഇതാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ മനുഷ്യൻ ഇപ്രകാരത്തെ പ്രകൃതത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ വേറൊരു പ്രകൃതത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഞാൻ അപ്രകാരം ചെയ്യാത്തതെന്തെന്ന് നമ്മൾ അവരെയും മനസ്സിലാക്കണം, നമ്മളെയും മനസ്സിലാക്കണം, ഇവാലുവേറ്റ് ചെയ്യണം. അപ്രകാരം സാങ്ക്വയിൻകാരെ ആയിട്ട് ഇടപെടുമ്പോൾ എപ്രകാരം ഇടപെടണമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.